ദിവസം ചെല്ലുന്തോറും ചൂട് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ട് വരിക. കഴിഞ്ഞ ദിവസം കോട്ടത്തൊക്കെ ഏറ്റവും കൂടിയ താപനിലയായിരുന്നു. അപ്പം ചൂടിനെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ ചൂടിനെ ഒന്ന് റെസിസ്റ്റ് ചെയ്യാനായിട്ട് ഒരു കുളിർമയേകാനായിട്ട് ഒരു തണുപ്പൊക്കെ കുടിക്കേണ്ട ഇടയ്ക്ക്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ വേനൽ ചൂടിൽ നിന്ന് രക്ഷിക്കാൻ അല്ലെങ്കിൽ രക്ഷപ്പെടാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് വാട്ടർമെലൺ അഥവാ തണ്ണിമത്തങ്ങ, വത്തക്ക എന്നൊക്കെ പറയും. അപ്പോൾ വത്തക്ക എന്നൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാരും പറയുന്നത്. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണെന്ന് പറയുന്നത്. അപ്പം ഇതുണ്ടാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. 4 ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. കുറച്ച് വത്തക്ക അഥവാ വാട്ടർമെലൺ ഞാൻ കുറച്ച് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ കുറച്ച് കസ്കസും പിന്നെ കുറച്ച് വാട്ടർമെലൻ്റെ ജ്യൂസും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം മധുരത്തിനുള്ള പഞ്ചസാര. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മാത്രം മതി നമ്മുടെ ജ്യൂസ് നന്നാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ചില്ലിൻ്റെ ഗ്ലാസ് ആകുമ്പോൾ കുറച്ച് ഭംഗിയും കുടിക്കാനൊരു രസവും കാണാനൊരു ഭംഗിയും ഒക്കെ ഉണ്ടാവും. അതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കസ്കസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കസ്കസ് ഒന്നും ചേർക്കുന്നതിൽ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഇഷ്ടാനുസരണം നമ്മളെടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് ചേർക്കാം. അതിലേക്ക് ഞാൻ ഇനിയും ചേർക്കാൻ പോകുന്നത് അരിഞ്ഞു വെച്ചിരിക്കുന്ന വാട്ടർമെലൺസ് ആണ്. അപ്പോൾ അത് കുറച്ച് സ്ലോ മോഷനിൽ നമുക്കതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ വാട്ടർമെലനെല്ലാം നമ്മളതേ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ ലെയറിൽ കസ്കസും അതിന് മേളിൽ നമ്മൾ വാട്ടർമെലൻസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ കുറച്ചും കൂടെ നമ്മുടെ കസ്കസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കസ്കസ് നമുക്കറിയാം വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ള സാധനമാണ്. നമ്മുടെ ബോഡിക്ക് നല്ല കൂളിംഗ് എഫക്റ്റ് തരുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടാനുസരണം ചേർക്കാം. പഞ്ചസാരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നന്നായിട്ട് സിറപ്പ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ റോസ് സിറപ്പോ എന്ത് വേണമെങ്കിലും ചേർക്കാം. പക്ഷേ പഞ്ചസാരയാണ് നമ്മളിപ്പം യൂസ് ചെയ്യുന്നത്. ഇത് നമ്മളെല്ലാവർക്കും പെട്ടെന്ന് നമ്മുടെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന വാട്ടർമെലൻ്റെ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് കലങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ആപ്പിളോ അല്ലെങ്കിൽ ഗ്രേപ്സോ എന്ത് വേണമെങ്കിലും ചേർക്കാം. അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ ഈസി ആയിട്ടുള്ള റിഫ്രഷിംഗ് ആയിട്ടുള്ള വത്തക്ക ജ്യൂസ് അല്ലെങ്കിൽ വാട്ടർമെലൺ ജ്യൂസ്, തണ്ണിമത്തങ്ങ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഏറ്റവും റിഫ്രഷിംഗ് ആയിട്ടുള്ള ഡ്രിങ്കാണ്. നല്ല ചൂടാണല്ലോ, അപ്പോൾ നല്ല തണുപ്പും നല്ല കൂളിങ്ങും ഒക്കെ കിട്ടാനായിട്ട് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ ചിൽഡ്രൻ ടേക്ക് കെയർ. ബൈ.